ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലിതാ നല്ല ഗോൾഡൻ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാണ്. ഇന്നലെ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ട് ഇഡ്ഡലിയൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭംഗിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല, എനിക്ക് അത്ര ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അമ്മയ്ക്കും രമേശേട്ടനും മാത്രമാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് ദോശയാണ് കേട്ടോ. അപ്പോൾ ചട്നിയാണെങ്കിൽ ഇതാ റെഡി ആയിട്ടുണ്ട്, അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നാളികേര ചട്നിയാണ് ഇന്ന്, തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. നാളികേരവും പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഈസിയാണ് അല്ലേ ചട്നി ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കറികളൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് ഇതാ നല്ല ടേസ്റ്റുള്ള ചട്നിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞ് കുളിച്ചൊക്കെ വന്ന് കഴിഞ്ഞ് ചായയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ആ കഴിക്കുന്ന ടൈമിലാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം എനിക്ക് നല്ല ചൂട്ടോട് കൂടിയിട്ട് അങ്ങോട്ട് കിട്ടണം. നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും തണുത്ത ദോശ എന്തിനും കൊള്ളാമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്താണ് ദോശ പരത്താനും ആക്കാനൊക്കെ നിന്നത്. അപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ, ഒരെണ്ണം എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് വിക്കിക്കും മൗഗ്ലിക്കും കൊടുക്കണം. അവർക്കും ദോശ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ളത് നെയ്യൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്താ ചട്നിയൊക്കെ കൂട്ടി ദോശയൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്നു. ഈ സമയം കൊണ്ട് അമ്മ മത്തങ്ങയൊക്കെ കഷ്ണാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയർ കുക്കറിൽ വിസിലൊക്കെ അടിച്ച് പിന്നെ നമ്മൾ അമ്മ അരിഞ്ഞ് തന്ന മത്തങ്ങയൊക്കെ ചേർത്തും കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചമുളകൊക്കെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വേവിച്ച് നാളികേരമൊക്കെ അരച്ചൊഴിച്ച് പിന്നെ നമ്മളത് കാച്ചാനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഞാനിത് മൺചട്ടിയിലേക്കൊന്ന് പകർത്തിയതാണ് കേട്ടോ. കാച്ചുമ്പോൾ നമ്മൾ ഇതാ കടുകും പിന്നെ വേപ്പിലയും പിന്നെ നമ്മൾ കുറച്ച് നാളികേരം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചുവക്കെ വറുത്തും കഴിഞ്ഞിട്ട് അതിലിടും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഭംഗിയുമാണ്, നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലേശമാണ് കേട്ടോ ഞാനിന്ന് ചേർത്തിട്ടുള്ളൂ, എന്നാലും കറി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മത്തങ്ങ എരിശ്ശേരിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ രമേശേട്ടനാണെങ്കിൽ ഓഫീസിലേക്ക് പോകാനായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ മൗഗ്ലിക്കുട്ടനെ കാണാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഗേറ്റിൻ്റെ അപ്പുറത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രമേശേട്ടൻ പോയതിന് ശേഷം ഞാനും അമ്മയും റെഡി ആയിട്ട് ഇതാ പോവാണ്. എവിടേക്കാണ് പോകണതെന്ന് വെച്ചാൽ മാളയ്ക്കാണ് കേട്ടോ. ഞങ്ങൾ സാരി വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ പോയതെന്ന് പറഞ്ഞാൽ നമ്പർ 1 വെഡ്ഡിങ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഷോപ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വലിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ അവിടെ വന്നിട്ട് ഇത് ഓപ്പണായിട്ട്. അപ്പോൾ ആ സാരിയുടെ സെക്ഷനിൽ പോയിട്ട് ഇഷ്ടംപോലെ സാരികളുണ്ട്, ഇഷ്ടംപോലെ സെലക്ഷനാണ് കേട്ടോ. ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്കുള്ളത് തേക്കാതെ ഉടുക്കാൻ പറ്റുന്ന കസവിൻ്റെ സാരിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ചില സാരികൾ തേച്ച് തന്നെ ഉടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഉടുക്കുകയൊക്കെ ചെയ്യുക. കാരണം അങ്ങനെ തേച്ചില്ലെങ്കിലും നല്ലൊരു രീതിക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2000 രൂപ ആയിട്ടില്ല കേട്ടോ, 2000-നുള്ളിലുള്ള സാരിയാണ് കേട്ടോ നോക്കിയത്. അങ്ങനെ അമ്മയ്ക്കൊരു സാരി എടുത്തു, പിന്നെ എനിക്കൊരു സാരി എടുത്തു. അങ്ങനെ സാരി സെക്ഷനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നല്ല സ്റ്റാഫുകളാണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണം എന്ത് വേണം എന്നൊക്കെ പറയാനും സുഖമാണ് കേട്ടോ. പിന്നെ ഇതാ ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ ഞാനിങ്ങനെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചുരിദാറൊന്നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കുട്ടികളുടെ സെക്ഷനിൽ അങ്ങോട്ട് ഉടുപ്പുകളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ ഉടുത്തിരിക്കുന്ന സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പുകൾ കാണാൻ എന്ത് ഭംഗിയാന്ന് പറഞ്ഞാലാവില്ല. എനിക്കിതിങ്ങനെ കണ്ടിട്ട് അയ്യടാ കൊതിയായി കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ കുട്ടികളുടെ സെക്ഷനിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അമൃത മിസ്, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സും കൂടി നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളുടെ സെക്ഷനിലെത്തിയത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി ഞാനും അമ്മയും സന്തോഷമായിട്ട് ഇതാ വീട്ടിലെത്തി പിന്നെ നമ്മൾ കത്തിയൊക്കെ എടുത്തത് ആ ഓരോ ജോലികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മത്തങ്ങ എരിശ്ശേരിയൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നല്ല, എന്നാലും ഒരു ഉപ്പേരിക്കറി വേണം. അപ്പോൾ ചുക്രുമാനീസ് ചീര വളർന്നും കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും എത്തിയേക്കാണ്. ആ ഫിലയുടെ വീണ്ടും മുകളിലേക്ക് പോകണേന്ന് തോന്നണേ. അപ്പോൾ ഇത് പകുതി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ കിട്ടി കാരണം നല്ല രീതിക്ക് തന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ. എന്താ ഇത് ചുക്രുമാനീസിൻ്റെ ഒരു കാട് തന്നെ.
അപ്പോൾ അവിടെ നിന്നും കഴിഞ്ഞിട്ട് ഞാൻ ഒന്നിങ്ങനെ ഫോണിൽ കൂടിയൊക്കെ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തതാണ്. നല്ല നീളത്തിൽ കട്ട് ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ ഇല മാത്രം നമ്മൾ പറിച്ച് എടുക്കും. അതിന് ശേഷം നമുക്ക് ഈ നീളത്തിൽ കട്ട് ചെയ്തേക്കണ ആ തണ്ട് ഉണ്ടല്ലോ, അത് വീണ്ടും നമുക്ക് കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ 1-2 കടയാണ് നമ്മുടെ വീട്ടിലുള്ളൂ. അപ്പോൾ അതിങ്ങനെ വൈകിയായിട്ട് കുഴിച്ചിടാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. പക്ഷേ പിടിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും ട്രൈ ചെയ്യും. നമ്മൾ വിജയം വരെയും ട്രൈ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. എന്നിട്ട് കുറച്ച് ചക്കക്കുരു ഇന്നലെ ചക്കച്ചുളയൊക്കെ പറിച്ചപ്പോൾ കിട്ടിയിരുന്നില്ലേ, ആ ചക്കക്കുരുയൊക്കെ ഉണക്കി വെച്ചല്ല. അപ്പോൾ അതെടുത്തും കഴിഞ്ഞിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചുക്രുമാനിസ് ചീരയും കൂടി അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കാച്ചിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും അതുപോലെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇതാണ് ചുക്രുമാനീസും പിന്നെ നമ്മുടെ ചക്കക്കുരും കൂടിയിട്ട് വേവിച്ചതായിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിനൊന്നും പറയാനില്ല. നമുക്ക് കഞ്ഞിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം. അയ്യോ എന്ത് രസമായിരിക്കും എന്നറിയോ. അപ്പോൾ ഈ ചീരയില്ലാത്ത ഒരു മുരിങ്ങയില ഇട്ടും കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് വടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എണീറ്റിട്ട് ചായ കുടിക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. കാരണം നമ്മുടെ വീട്ടിലെ പലഹാരമല്ല, പുറത്തുനിന്ന് വാങ്ങിയേക്കണ പലഹാരമുള്ള ദിവസം ഒന്ന് വേഗം ചായ കുടിച്ചാൽ മതി എന്നൊക്കെ തോന്നിപ്പോകും കേട്ടോ. അപ്പോൾ ഉണ്ടംപൊരി ബോണ്ട പറയില്ലേ, അതും പരിപ്പ് വട തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. പരിപ്പ് വട ഫുള്ളും എനിക്ക് തിന്നാൻ തോന്നിയില്ല കേട്ടോ, പകുതിയാണ് ഞാൻ കഴിച്ചുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഉണ്ടംപൊരി മതി എന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണെങ്കിൽ ഇടക്കാലത്ത് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് കേട്ടോ. ഞാൻ ആദ്യമൊന്നും ആ പലഹാരം കഴിക്കുകയില്ല. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് തരി ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായേ ഉള്ളൂ അതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട് കേട്ടോ. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നീട്ടമുള്ള ചൂലായ കാരണം ഇപ്പോൾ നല്ല സുഖമുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ചൂലും കൊണ്ട് വരുന്ന കണ്ടിട്ട് വിക്കി പേടിച്ചോടി, അതിനടിച്ചോടിക്കാനാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷെ അവന് ചൂല് കണ്ടപ്പോൾ പേടിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ചവറൊക്കെ വീണ് കിടക്കുന്നുള്ളൂ കേട്ടോ. അത് കാരണം സുഖമായിട്ട് പാട്ടും പാടിയും കഴിഞ്ഞ് ഇങ്ങനെ അടിക്കാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈ ഗേറ്റിൻ്റെ പുറത്ത് ഈ ചെമ്മണ്ണ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെയായിട്ട് മഴയൊക്കെ കിട്ടിയപ്പോൾ ഓരോ പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭംഗികേട് തന്നെയാണ്. നമുക്ക് വീടിൻ്റെ അകം എന്ന് പറഞ്ഞാൽ ഗേറ്റ് തുറന്ന് വരുന്ന ആ ഭാഗം തുടങ്ങി വൃത്തിയായിട്ടും കാര്യമില്ല. നമ്മുടെ ആ മുറ്റം ഇറങ്ങുന്ന ആ മുറ്റം കൂടി പുല്ലൊന്നും ഇല്ലാതെ കിടക്കണം. അപ്പോൾ അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ മൗഗ്ലിക്കുട്ടൻ ഇങ്ങനെ വന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് പുല്ലുള്ളൂ. അപ്പോൾ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടാണെങ്കിൽ ഇന്ന് പുല്ല് പറിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇതിപ്പോൾ മഴ 3-4 ദിവസം മുന്നേ പെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണൊക്കെ കുറച്ച് കിടക്കണം കേട്ടോ. ഞാൻ വലിച്ചിട്ട് പുല്ലിൻ്റെ ആ മുകൾ ഭാഗമാണ് കിട്ടണുള്ളൂ, നമുക്ക് വേരോട് കൂടിയിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. ആ പച്ചപ്പ് അവിടെ വേണ്ടാന്ന് അങ്ങോട്ട് തോന്നിയാൽ പിന്നെ നമ്മൾ എങ്ങനെയും അത് പറിച്ചെറിയാൻ തന്നെ നോക്കുകയാണ് കേട്ടോ. മൗഗ്ലി നമ്മുടെ മുറ്റത്തിൻ്റെ അങ്ങേയറ്റത്ത് കാറിൻ്റെ അവിടെയായിട്ട് കിടന്നതാണ്. പക്ഷേ 5:30 സമയമാകും തോറും ഇങ്ങനെ അടുത്തടുത്തടുത്ത് റോഡിനോട് അടുത്തടുത്ത് ഇങ്ങനെ വന്ന് കിടക്കും. പിന്നെ രമേശ് ചേട്ടൻ വരുന്നത് നോക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ അടുത്തടുത്ത് വരുന്നത്. പിന്നെ ചിലപ്പോൾ റോഡിൽ ഈ മണ്ണിലായിട്ട് കിടക്കും, ചിലപ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നോക്കും രമേശ് ചേട്ടൻ. അങ്ങനെയൊക്കെയാണ് മൗഗ്ലിയുടെ ഈ സമയത്ത് ഒരു കിടപ്പൊക്കെ കേട്ടോ. അപ്പോൾ വിക്കിക്കാണെങ്കിൽ അത് ആ മണ്ണ് ഭാഗത്തിൻ്റെ അവിടേക്ക് വരാൻ ഭയങ്കര പേടിയാണ്. കാരണം വണ്ടികൾ പോകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വിക്കി അടിമുടി വിറയ്ക്കും. അപ്പോൾ പുല്ല് പറക്കുന്ന കിടത്ത് നിന്ന് നല്ലൊരു ചുവന്ന ചീരയുടെ തൈ കിട്ടിയിട്ടാണ്. അപ്പോഴേക്കും എനിക്ക് അയ്യടാ ഇത് വേഗം ഗ്രോ ബാഗിൽ കൊണ്ടുപോയി വെക്കാൻ തോന്നി. നല്ലൊരു തൈ തന്നെയായിരുന്നു. അപ്പോൾ വേഗം തന്നെ കയ്യോടെ അതങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നത്തേക്ക് നമ്മൾ വെക്കുന്നില്ല. അങ്ങനെ ഇത്രത്തോളം പുല്ല് പറിച്ചിട്ടുണ്ട്. പുല്ലിന് കാവലിരിക്കുന്നത് ആരാ? മൗഗ്ലിക്കുട്ടൻ. അങ്ങനെ ഞാൻ ആ പുല്ല് പറിച്ചെടുത്തതൊക്കെ എടുത്ത് അവിടെ ഒരു ഭാഗത്തൊക്കെ കൊണ്ട് കളഞ്ഞു. ഇപ്പോൾ ഒന്ന് കാണാനായിട്ടൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മഴ പെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി പറിച്ചൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല മഴക്കാരാണ്. പക്ഷെ നമ്മളെ പറ്റിക്കാനാണ്. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു, എന്നിട്ട് പെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നും പെയ്യുന്നൊന്നും തോന്നുന്നില്ല. കോഴിമക്കളൊക്കെ കളിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇവിടെ ഈ അല്ലിക്കോഴി നിൽക്കുന്ന അവിടെ തന്നെ ഒരു ചെറിയുടെ തൈ ഉണ്ട് കേട്ടോ. ശരിക്കും മുൻപ് നല്ല വലുതായിട്ട് ആ ചെറി മരത്തിൽ നിറയെ ചെറിയൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെ ഞങ്ങളത് വെട്ടിയതാണ്. ഇപ്പോൾ വീണ്ടും പൊടിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഇതിലാണ് നമ്മൾ മൃഗ ഡോക്ടറെ അടുത്തുനിന്ന് വാങ്ങിയിരിക്കുന്ന മരുന്നാണ് ഈ കുപ്പിയിലുള്ളത്. ചിരട്ടയിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ കോട്ടൺ മുക്കി കഴിഞ്ഞിട്ട് ഇവർക്ക് ഇങ്ങനെ തലയുടെ ഭാഗത്താണ് കൂടുതലായിട്ട് പരട്ടി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2 ചെവിയും തലയും അതുപോലെ തന്നെ താടിയുടെ ഭാഗമൊക്കെ കേട്ടോ.
അപ്പോൾ അത് പുരട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിലായിട്ട് മൗഗ്ലിയും വിക്കിയും വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അടുക്കുന്നില്ല, കാരണം അവർക്ക് മനസ്സിലായിട്ടാ ഈ ചിരട്ടയൊക്കെ കണ്ടപ്പോൾ. അതുകൊണ്ട് ഞാൻ പോയി പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. നമ്മുടെ വിക്കീനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഒരു കണക്കിന് ഇതേ മയക്കിയൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഇത് പുരട്ടിയിട്ട് നല്ല കുറവുണ്ട്. അതും പറയണ്ടേ, കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസമായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഏത് സമയവും മാന്തിക്കൊണ്ടിരുന്നാൽ നമ്മുടെ വിക്കിക്ക് അതൊക്കെ കുറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പുരട്ടാതെ നിവർത്തിയില്ല. 3-4 ദിവസം അങ്ങോട്ട് പുരട്ടിയിട്ട് ഇനിയും അവർക്ക് മാന്തലും ചൊറിച്ചിലും ഉണ്ടെങ്കിലും മരുന്ന് മാറ്റി തരാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായില്ലോ. അപ്പോൾ അതും വാങ്ങാം, അങ്ങനെ കുറവില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് മാറിപ്പോകട്ടെ. അപ്പോൾ ഇത് രാവിലെ ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട്, വൈകിട്ടും പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അതിങ്ങനെ പുരട്ടുന്ന അപ്പം തന്നെ വേഗം അബ്സോർബായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് തട്ടിക്കളയാനോ മാന്തി കളയാനോ നക്കി കളയാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ വിക്കീനെ ഇങ്ങനെ പുരട്ടുന്നതൊക്കെ കണ്ട് മൗഗ്ലിച്ചേട്ടൻ ഇങ്ങനെ അലക്കല്ലുമൊക്കെ കിടന്ന് ചിരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇനി അടുത്തത് അവനാണ് കേട്ടോ. പക്ഷെ അവൻ നല്ല മോനാണ്. അവൻ എണീറ്റോടെ ഒന്നും ചെയ്തില്ല, നല്ല അനുസരണയോട് കൂടിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇന്നലെ അത് പുരട്ടിയപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും. മൗഗ്ലിക്ക് അങ്ങനെ ചൊറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാര്യമായിട്ട്. വിക്കിക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവനും എന്തോ ഒരു സുഖമൊക്കെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ കിടന്നു തരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൗഗ്ലിക്കുട്ടന് നമ്മളിങ്ങനെ പുരട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നാളാണെങ്കിൽ കോഴിമക്കൾക്ക് വയ്യാണ്ടായിട്ട് അവർക്കൊക്കെ പിടിച്ചും കഴിഞ്ഞ് മരുന്ന് കൊടുക്കലായിരുന്നു എൻ്റെ ജോലി. ഇപ്പോൾ ഇവർക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ വിക്കിക്കും മൗഗ്ലിക്കൊക്കെ ഇതിന് ശേഷം ചോറ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ വിക്കിയുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അല്ലിമോളും വന്നു കഴിഞ്ഞിട്ട് തിന്നായിരുന്നു കേട്ടോ. അല്ലി പിന്നെ ഭയങ്കര തീറ്റക്കാരിയാണല്ലോ, ഇരിക്കുന്നത് തന്നെ നല്ല തടിച്ചാണല്ലോ, എന്ത് കണ്ടാലും ഈ അല്ലി ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ചുക്രുമാൻസ് ഞാൻ നീളത്തിൽ വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കമ്പനി 2 അങ്ങോട്ട് നമുക്ക് മുറിച്ചെടുത്തും കഴിഞ്ഞിട്ട് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ തണ്ടെടുത്തും കഴിഞ്ഞ് കട്ട് ചെയ്യാണ് കേട്ടോ ഞാൻ. അപ്പോൾ വിക്കി മരുന്നൊക്കെ ഇങ്ങനെ നക്കി കളയാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കുഴിച്ചിടലൊക്കെ കഴിയുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ കോഴിമക്കൾ കൂട്ടിൽ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ നിക്കുമോൻ കയറിയത് കൂടിൻ്റെ മുകളിലാണല്ലോ. അപ്പോൾ നിക്കുവിന് കൂട്ടായിട്ട് നമ്മുടെ കരിങ്കോഴി കുങ്കിയും മുകളിലേക്ക് തന്നെ ചാടിയേക്കാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിക്കുവിനെ എടുത്തും കഴിഞ്ഞിട്ട് വീണ്ടും ഈ ബക്കറ്റിൻ്റെ മുകളിൽ നിർത്തി കയറടാന്ന് പറഞ്ഞു. അവൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി കുങ്കീനെ ആണെങ്കിൽ ഞാൻ ഒരു വടി എടുത്തും കഴിഞ്ഞ് ഓടിച്ചിറക്കി. അവൾ തനിയെ അതിന് ശേഷം കയറാണ് ചെയ്തത് കേട്ടോ. ഇനി ഇവരുടെ കൂടെ അടച്ചും കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ട ആൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.